തുടക്ക തായോ ഞാൻ ചെയ്യാം. വേണ്ട ഞാൻ ചെയ്യാം. ഓ അതിനിപ്പോ എന്താ ഇങ്ങോട്ട് നാത്തോനെ, ഈ വീട്ടിൽ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ വന്ന ശേഷം ഇപ്പൊ എനിക്കിവിടെ ഒരു പണിയും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കണ്ടറിഞ്ഞ് എന്റെ രണ്ട് നാത്തന്മാരും ചെയ്യണ്ടല്ലോ. അതുകൊണ്ടേ ഞാനൊരു കാര്യം പറയാം. ഇന്ന് ഈ വീട്ടിലത്തെ പണികൾ മൊത്തം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. നിങ്ങൾക്ക് രണ്ടാൾക്ക് ഇന്ന് റെസ്റ്റ്. നിങ്ങൾ കടക്ക്, ഉറങ്ങ്, ഫോണിൽ റീൽസ് കണ്ടോണ്ടിരിക്കേ, എന്താന്ന് വെച്ചാ ചെയ്തോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. തായോ ഞാൻ ചെയ്യാം. അല്ല അത് വേണ്ട ഞാൻ ചെയ്യാം. എന്താ നാത്തൂനിത്? ഞാൻ എപ്പോഴെങ്കിലൊക്കെ അല്ലേ വരുള്ളൂ. എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല എന്റെ നാത്തൂമാരനെ ഒന്ന് സഹായിക്കണമെന്ന്. താ പൊക്കോ, പോയി കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോ. ഉച്ചക്കേക്കുള്ള ചോറും കറിയൊക്കെ ആയിട്ട് ഞാൻ വന്ന് വിളിക്കാം. പൊക്കോ. ചിരിക്ക് ചിരിക്ക്. നിന്റെ ഈ ചിരിയൊക്കെ ഞാൻ കരച്ചിലാക്കും. ഓ ഇനിയിപ്പോ ഇവിടെയൊക്കെ തുടയ്ക്കണല്ലോ. എന്തപ്പ ചെയ്യാ വേറെ വഴിയില്ല. എനിക്കൊന്ന് വയ്യ. തൊണ്ടാരക്കട്ട് കുറച്ചേരം ഇവിടെ ഇരിക്കാം. ഉമ്മ വരുന്നുണ്ട്. ഓ വയ്യ. നീയാ തുടക്കണ്? അപ്പൊ സുലു അവിടെ? അവള് ഈ ബക്കറ്റും വെള്ളവും കോലൊക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ടല്ലോ. വരലെന്നെ ഉള്ളൂ. അവരിവിടേക്ക് തുടയ്ക്കാൻ വന്നപ്പോഴേ ഞാനിവിടെ ഫോണിൽ വീഡിയോസും കണ്ടുകൊണ്ട് ഇരിക്കായിരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കണപ്പോഴേ അവർക്ക് സൂചിച്ചില്ല. അവരെന്റെ അടുത്ത് ഇവിടെ തുടയ്ക്കാൻ പറഞ്ഞിട്ട് അവര് പോയി. അപ്പൊ പഴയ പോലെ ഒന്നുമില്ലമ്മ, രണ്ടും ഒരു ചായ സാധനങ്ങളായിട്ടുണ്ട്. ഒരു പണിയും ചെയ്യണില്ല, മടിച്ചികള്. അപ്പൊ കെട്ടിയോമാരൊക്കെ ദുബായിൽ പോയിട്ട് വലിയ ശമ്പളക്കാരായല്ലോ. അപ്പൊ നമ്മളിലൊന്നും വരില്ല, നമ്മളൊന്നും പറയണത് കേൾക്കണമില്ലേ. എനിക്ക് പിന്നെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ എന്റെ വീടായി പോയില്ലേ. എന്താ ചെയ്യ, എനിക്ക് അവിടെയും പണി, ഇവിടെ വന്ന ഇവിടെയും പണി. കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ട ഇങ്ങോട്ട് വരുന്നു, അതിനും പറ്റണില്ല. നാത്തൂമാരൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം. ഏറ്റിട്ടുണ്ട്. എനിക്കൊന്നും പൈസ തുടയ്ക്കാൻ. എന്റെ പട്ടി തുടയ്ക്കും. ഞാൻ കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ. ഓ സുലു, സുലു അവള് ഉറങ്ങിയോ? ഇവർക്ക് ഇങ്ങനെ പകൽ ഉറങ്ങണ ശീലമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സഫ്ന പറഞ്ഞ ശരിയാ, രണ്ടാൾക്കും ചെറിയൊരു മടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. സുലു നല്ല ഉറക്ക. നോക്കട്ടെ എവിടം വരെ പോകുന്നു. വലിയ നത്തൂനെ പൊക്കോ, പോയി റെസ്റ്റ് എടുത്തോ. ഇന്ന് ഈ വീട്ടിലത്തെ പണികളെ ഞാൻ ഒറ്റയ്ക്കാ ചെയ്യണേ. ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫുൾ റെസ്റ്റ്. പോ പോവാ. ഈ ചോർപ്പ പോവും, ഞാൻ അവന്ന് ഊറ്റിയിട്ട് പോവാ. അയ്യോ അതൊക്കെ ഞാൻ ചെയ്യാ, പൊക്കോ. ഈ പെണ്ണ് അതൊക്കെ എന്താ പറ്റി? കുറച്ചേരം ഉറങ്ങിക്കാൻ നാത്തൂനെ. ഇവിടത്തെ കുറച്ച് പണി ചെയ്താലും കുഴപ്പമില്ല. ഉമ്മാനും ഇവനും തമ്മിൽ തെറ്റിപ്പിച്ചിട്ടുള്ളൂ കാര്യം. സൽമ ഉമ്മക്കൊരു ചായ വെക്ക്. ഇപ്പൊ വെക്കമ്മ. നീ അടുക്കളയില്? അപ്പൊ സുലുവും സൽമയൊക്കെ അവിടെ? ആവോ, എനിക്കങ്ങനെ അറിയാ. അടുക്കളയിൽ നിന്ന് എന്തോ ഒരു കരിഞ്ഞ മണം. അതെന്താ നോക്കട്ടെ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വന്നതാണ്. നോക്കുമ്പോ ഈ ചോറൊക്കെ അങ്ങനെ അടിപിടിച്ചാക്കണോ. ചോറിൽ വെള്ളം ഇല്ലാണ്ടേ. ഇനിയിപ്പോ എന്താ ചെയ്യാ, അങ്ങനെ എടുത്ത് കളയേണ്ടി വരും. അങ്ങനെ അടിയൊക്കെ കരിഞ്ഞു പോയാക്കണം.
ഇനിയിപ്പോ ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കാന്? പൈസ കൊടുത്ത് വാങ്ങണ അരിയല്ലേ? എല്ലാവർക്കും ഓരോരോ കാര്യം മാത്രം. നിങ്ങക്ക് എന്താ വേണ്ടത്? ചായയല്ലേ? ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം, അങ്ങോട്ട് പൊക്കോളി. സൽമ, എന്തമ്മ? നീ ആ തൈലക്കുപ്പി എടുത്തിട്ട് വാ, എന്റെ കാലൊന്ന് ഒഴിയണം. ഇപ്പൊ വരാം. നാത്ത് പിടിക്കാ. ഉമ്മാന്റെ കാലൊന്ന് തൈലം തേച്ച് ഒഴിഞ്ഞു കൊടുക്കാനേ. അയ്യോ, ഞാൻ പറഞ്ഞില്ല നിങ്ങക്ക് റെസ്റ്റ് ആണെന്ന്. ഉമ്മാന്റെ കാലൊക്കെ ഞാൻ ഒഴിഞ്ഞു കൊടുക്കാം. അത് ഇങ്ങോട്ടായോ. പൊക്കോ പൊക്കോ, പോയി കടന്നോ. കാലൊക്കെ ഞാൻ ഒഴിഞ്ഞു കൊടുക്കാം. ഇതമ്മ ചായ. ആ കാലം കൂടി നീട്ടുമ്പം ഈ തൈലം തേച്ച് ഒഴിയട്ടെ. നീയോ? അപ്പൊ സെൽമ എവിടെ? ഞാൻ അവളുടെ അടുത്തല്ലേ ഒഴിയാൻ പറഞ്ഞു. ഞാൻ കേട്ടു നിങ്ങളുടെ പുഞ്ഞാര മരുമകളുടെ അടുത്ത് പറയണത്. ഞാൻ നോക്കുമ്പോഴേ ഇരുന്നോടന്ന് അനങ്ങിട്ടും കൂടി ഇല്ല നാത്തും. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഉമ്മാന്റെ കാല് ഒഴിയില്ലേ? ഉമ്മ പറഞ്ഞതല്ലേന്ന്. അപ്പൊ നാത്തും പറയണേ, ഉമ്മാക്ക് വേറെ പണിയില്ല, എന്റെ പട്ടി ഒഴി ഉമ്മാന്റെ കാലിന്ന്. അപ്പൊ ഞാനിത് ഇവിടെ എടുത്തിട്ട് വന്നു. ഉമ്മ കാല് നീട്ട്, ഞാൻ ഒഴിഞ്ഞുതരാം. എന്തായാലും മകളുടെ അത്രയൊന്നും വരില്ലല്ലോ മരുമക്കള്. നീട്ട്. വേണ്ട, നീ ഇങ്ങനെയുള്ള പണിയൊന്നും ചെയ്യണ്ട. അപ്പൊ അവൾമാർക്കൊക്കെ ഇവിടെ എന്താ പണി? വെറുതെ നിങ്ങൾ തിങ്ങാനാണെങ്കിലേ അവൾമാരൊക്കെ അവളുടെ വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും. ഇവിടെ നടക്കില്ല. യെസ്. സൽമ, വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടായിട്ട് നിങ്ങളുടെ ഈ കുത്തിരിപ്പ്. ഒരുത്തിക്ക് ഇവിടെ പട്ടാപ്പതിന് പാതിരാത്രിയാ, ഒച്ചമുടി കൊണ്ട് സുഖം അവിടെ കടന്നുറങ്ങുക. ഒരുത്തി ഇവിടെ കാല് നീട്ടിയിരുന്ന് ഫോണിൽ തോണ്ടുക. പിന്നെ ഇവിടുത്തെ പണികളൊക്കെ ആരായിട്ട് ചെയ്യാ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ചെയ്യുവോ? കൂഴിമടിച്ചുകള്. എന്താ? അയ്യോ ഉമ്മ, അടുക്കളയിൽ സഫ്നയുണ്ട്, പണികളൊക്കെ അവള് ചെയ്യണ്ട്. നങ്ങാന്നുണ്ടോടി നിങ്ങക്ക്? നിങ്ങൾ രണ്ടെണ്ണം ഇവിടെ ഉണ്ടായിട്ട് എന്റെ മകള് പോലെ ഇവിടുത്തെ പണികളൊക്കെ ചെയ്യാൻ. അത് അവിടെയോ പന്ത് ചത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നാലോ നിങ്ങളുടെ രണ്ടെണ്ണത്തിന്റെ പണികൾ കൂടി എന്റെ മകള് ചെയ്യണം. ഉമ്മ എന്തൊക്കെയാ പറയണത്? സഫ്നനെ ഞങ്ങളുടെ അടുത്ത് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞത്. ഇന്ന് ഈ വീട്ടിലത്തെ പണികൾ മൊത്തം അവൾ ഒറ്റയ്ക്ക് ചെയ്യാ, ഞങ്ങൾക്ക് രണ്ടാൾക്കൊന്ന് ഫുൾ റെസ്റ്റ് ആണെന്ന് അവള് പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ പോയി കടന്നത്. ഇതാ സഫ്ന വരുന്നു, അവളുടെ തന്നെ ചോദിച്ചു നോക്കുമ്മ. ഈ സുലനാഥ് എന്തൊക്കെയാ പറയണത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കെട്ടിച്ചു വിട്ട മക്കള് സ്വന്തം വീട്ടിലേക്ക് വരുന്നത് തന്നെ കുറച്ച് സമാധാനത്തോടെ മിണ്ടാണ്ടിരിക്കാലോ പറഞ്ഞിട്ടാ. അങ്ങനെയുള്ളപ്പോ ഞാൻ ഇവിടുത്തെ പണികളൊക്കെ ചെയ്യാന്ന് പറയോ? എനിക്കെന്താ പ്രാന്താ? നിങ്ങക്ക് രണ്ടാൾക്കും ഇവിടുത്തെ പണികളൊന്നും ചെയ്യാൻ വയ്യെങ്കിലേ എന്റെ അടുത്ത് പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ ചെയ്യുമല്ലോ. അതിന് ഇങ്ങനെ നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നോണയോ? നീ എന്റെ അടുത്ത് നിന്ന് തൈലക്കുപ്പി വാങ്ങിയിട്ട് ഉമ്മാന്റെ കാലൊക്കെ ഞാൻ ഒഴിഞ്ഞുകൊടുക്കാം, നാത്തും പോയി റെസ്റ്റ് എടുത്തോ പറഞ്ഞത്. എപ്പോ? ഇങ്ങനെയും മനുഷ്യന്മാര് നോണ പറയോ? ഉമ്മ നിങ്ങളുടെ അടുത്ത് കാലൊഴി പറയണതൊക്കെ ഞാൻ കേട്ടു. എന്നിട്ട് നിങ്ങൾ ഒഴിയാണ്ടായപ്പോഴാ ഞാൻ ആ തൈലക്കുപ്പിയും കൊണ്ട് ഒഴിയാൻ പോയത്. രണ്ടാളും കൂടി പ്ലാൻ ഇട്ടിട്ടേ എന്നെ കുറ്റക്കാരിയാക്കുക അല്ലേ? സഫ്ന, നീ വെറുതെ കളിക്കല്ലേ. മതി, നിർത്ത്. കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി. നിങ്ങൾ രണ്ടാളേ അടുക്കളത്തെ പണികൾ ചെയ്യാൻ നോക്ക്. പോ. സക്സസ്.
സഫ്ന, നീ എന്തായാലും ആ തൈലം കൊണ്ട് എന്റെ കാലൊഴിയാൻ വന്നല്ലേ? നടക്ക്, എന്റെ കാലൊന്നും ഒഴിഞ്ഞ. ഇനി ആ എണ്ണന്റെ മണമൊക്കെ എന്റെ കയ്യിലാവും. വാടി. ആ ഇപ്പൊ വരുന്നു. എന്നാലും ആ സഫ്ന എന്തൊക്കെയാ പറഞ്ഞത്? നാത്തും പോയി റെസ്റ്റ് എടുത്തോ, വീട്ടിലത്തെ പണികളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് ഉമ്മാന്റെ മുമ്പിൽ അവിടെ ഇങ്ങനെ ഓന്തിരി പോലെ നിറമാറന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങളുടെ അടുത്ത് മാത്രമല്ല, അവൾ എന്റെ അടുത്ത് അതന്നെ പറഞ്ഞത്. നിങ്ങൾ ഉറങ്ങുക, കിടക്ക്, ഫോണിൽ റീൽസ് ആണ്, എന്താന്ന് വെച്ച ചെയ്തോ, പണികൾ മൊത്തം ഞാൻ നോക്കിക്കോളാന്ന്. ഇതവളുടെ പ്ലാനായിരുന്നു. അവൾ കരുതി കൂട്ടി ചെയ്തതാ, ഉമ്മാന്റെ മുമ്പിൽ നമ്മളെയൊക്കെ താഴ്ത്തി കെട്ടാൻ വേണ്ടിട്ട്. നമ്മളും ഉമ്മയൊന്നും നല്ലപോലെ നിൽക്കണമെന്നൊന്നും അവൾക്ക് പറ്റണില്ലേ. അത് ശരിയാ. അങ്ങനെയാണെങ്കിലേ അവളിന്ന് നമ്മളുടെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. നിന്നെ കുറിച്ച് കുറെ കുറ്റങ്ങളൊക്കെ അവൾ എന്റെ പറഞ്ഞു തരുന്നുണ്ട്. ഓ, അപ്പൊ എന്റെ സംശയം ശരിയാ. എന്നാലേ താത്താനെ കുറിച്ച് അവൾ എന്റെ അടുത്തും കുറ്റങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും ഉമ്മാന്റെ മുമ്പിൽ നമ്മൾ നാറി. അവളുടെ ഉദ്ദേശം നടക്കുകയും ചെയ്തു. ഇല്ല, അവളുടെ ഒരു ഉദ്ദേശം നടന്നിട്ടില്ല. അവൾ ഈ വയറ്റിലല്ലേ ജനിച്ച്. അവളുടെ സ്വഭാവം എന്താന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. അവളോട് സംസാരിച്ചപ്പോഴേ അവളുടെ മുഖഭാവത്തു നിന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിങ്ങൾ രണ്ടാളും അവളുടെ അടുത്ത് ക്ഷമിക്കും. എനിക്കിപ്പോ അതല്ലേ പറയാൻ പറ്റൂ. എന്തായാലും നിങ്ങളെക്കാളും ഇളയതല്ല അവള്. ഒന്ന് ക്ഷമിച്ചു കൊടുക്ക്. അവൾ അങ്ങനെ ആയിപ്പോയി. ഒരു പെണ്ണല്ലേന്ന് വിചാരിച്ചിട്ട് കുറച്ച് പുന്നാരിച്ചൊക്കെ വളർത്തി. അതുകൊണ്ട് കുറച്ച് അസൂയും കുശുമ്പൊക്കെ കൂടുതൽ അവൾക്ക്. ഉമ്മ അവളെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ അവൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ രണ്ട് മരുമക്കളിലും എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ വയറ്റിൽ ജനിച്ചില്ലെങ്കിലും നിങ്ങൾ എന്റെ മക്കളാ.